ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുപമയുടെ പേരിൽ മാഷ് വീട് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അമ്പിളിക്ക് നീരസം തുടങ്ങുകയാണ്. അങ്ങനെ രഘുവിനോട് അമ്പിളി സംസാരിക്കുകയാണ്. രഘുവേട്ട, നിങ്ങൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ കാര്യം ശരിയാവില്ല. അച്ഛനിപ്പോൾ കിട്ടിയ പൈസ മുഴുവനും മക്കൾക്ക് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കും, നമുക്ക് മാത്രം ഒന്നും തരില്ല. അങ്ങനെ പലവിധ അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുള്ളതല്ലേ. ഈ വീട്ടിൽ ഞാനും എൻ്റെ മോളും ഉള്ള കാര്യം അച്ഛൻ അങ്ങ് മറന്നു പോവും. അതുകൊണ്ട് രഘുവേട്ടൻ ഇങ്ങനെ മിണ്ടാതിരുന്ന് കാര്യമില്ല എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയണേ, നീ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? അനുപമയുടെ പേരിൽ അമ്മാവൻ ആ വീട് വാങ്ങണ്ട എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പറയണ, അങ്ങനെയല്ല, അനുപമയുടെ പേരിൽ എന്തിനാണ് ആ വീട് വാങ്ങുന്നത്? അച്ഛൻ്റെ പേരിൽ തന്നെ അങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാട്ടോ. രഘു പറയണ, അമ്മാവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മക്കളെ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് അമ്മാവൻ കണ്ടിട്ടുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വരുത്തി വെച്ച കടബാധ്യത 25 ലക്ഷം രൂപ അമ്മയുടെ തറവാട്ടിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ് വീട്ടിയത് എന്ന് നീ മറക്കരുത് എന്ന് പറയട്ടെ. അപ്പൊ അമ്പിളി പറയണ, അത് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് രഘുവേട്ടൻ അത് ചെലവാക്കിയിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇതുവരെയും നോക്കിയിട്ടുള്ളതും രഘുവേട്ടൻ തന്നെയല്ലേ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യാൻ വരാതിരുന്നത്. അല്ലാതെ എൻ്റെയും മോളുടെയും പേരിലൊന്നും രഘുവേട്ടൻ ഇതുവരെയും ഒന്നും ഉണ്ടാക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഇനിയിപ്പോൾ രഘുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് തുക പോലും രഘുവേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൂടി രഘുവേട്ടൻ ഓർത്തു വെച്ചോ എന്ന് പറയട്ടോ. അപ്പോൾ അമ്പിളിയോട് പറയണേ, നീ ഈ പറയുന്നതൊക്കെ ഒന്ന് പതുക്കെ പറ. അമ്മാവൻ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങാനും ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാതെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും എന്ന് പറയട്ടോ. അപ്പോൾ അമ്പിളി പറയും, ഞാനായിട്ട് ആരോടും ഒന്നും പറയാനും പോകുന്നില്ല, ചോദിക്കാനും പോകുന്നില്ല. രഘുവേട്ടനൊന്ന് മനസ്സിലാക്കിക്കോ, ഈ വീട്ടിൽ ഞാനും എൻ്റെ മോളും ഉണ്ട് എന്നുള്ള കാര്യം ഇടയ്ക്കൊക്കെ അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞ് അമ്പിളി ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. പിന്നീട് മാഷിൻ്റെ അടുത്തേക്ക് ചായയുമായി സരോജിനി വരികയാണ്. എന്നിട്ട് സരോജിനിയോട് പറയണേ, നീ വേണമെങ്കിൽ കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇവിടെ അമ്പിളി ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് അനുപമയുടെ പേരിൽ വാങ്ങുന്ന ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നീ കൂടി വരണം. നിങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി സരോജിനി നീ വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. നിനക്കത് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ സരോജിനി പറയണേ, എന്ത് ബുദ്ധിമുട്ട് മാഷെ, ഞാൻ ഉറപ്പായും നിങ്ങളെ കൂടെ വരാമെന്ന് പറയണേക്കും അവിടേക്ക് രഘുവും ദയയും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് മാഷി ചോദിക്കുകയാണ് രഘുവിനോട്, എന്താണ് നീ ഇപ്പോൾ ടൗണിലേക്ക് പോകുന്നില്ലേ, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകുന്നില്ലേ, ദയയുടെ പേരിൽ കിട്ടിയ 20 ലക്ഷം രൂപ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അതിനുവേണ്ടി നിന്നെ സഹായിക്കാൻ വിനയൻ കൂടി ഉണ്ടാകുമല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയണ, ഇനിയിപ്പോൾ വിനയൻ എൻ്റെ കൂടെ ഉണ്ടാവും, അതിന് പോരാത്തതിന് ശബരിയെ കൂടി ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ദയ പറയണ, വേണ്ട, ശബരിയേട്ടനെ വിളിക്കേണ്ട എന്ന് പറയട്ടോ. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് എന്ന് മാഷ് ചോദിക്കുകയാണ്. അല്ല, ശബരിയേട്ടൻ ഇതുവരെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇനി ഇതിന് വേണ്ടിയിട്ട് ശബരിയേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ തന്നെ വന്നോളാം നിങ്ങളുടെ കൂടെ എന്ന് പറയട്ടെ. അപ്പം മാഷ് ചോദിക്കുകയാണ്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ശബരി ഇൻഷുറൻസ് തുക തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ എന്തിനാ ശബരിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത്? പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ശബരിയേട്ടൻ്റെ കയ്യിൽ നിന്നും 20 ലക്ഷം രൂപ ശബരിയേട്ടൻ എടുത്ത് ആ നിധിന് കൊടുത്തിട്ടുള്ളത്. ആ തുക കൂടി അച്ഛൻ തിരിച്ചു കൊടുക്കണം. എൻ്റെ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് 20 ലക്ഷം രൂപ ശബരിയേട്ടനെ നിധിന് കൊടുക്കേണ്ടി വന്നത്. ആ ഒരു തെറ്റ് എനിക്ക് തിരുത്തണം. അതുകൊണ്ട് അച്ഛൻ തന്നെ എനിക്ക് പറ്റിയ തെറ്റിന് 20 ലക്ഷം രൂപ ശബരിയേട്ടന് കൊടുക്കണം. അതാണ് അതിൻ്റെ മര്യാദ എന്ന് പറയട്ടോ. അതുകൂടി കേട്ടപ്പോൾ മാഷിന് പിന്നെ എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. അങ്ങനെ മാഷ് പറയണേ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്, ഞാൻ തന്നെ ശബരിക്ക് 20 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തോളാം. കൂടി കേട്ടപ്പോൾ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പിളി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ദയോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ മോളെ എന്ന് മാഷ് ചോദിക്കുമ്പോൾ അമ്പിളി പറയണ, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അച്ഛാ, അത് അവൾ തുറന്നു പറയുകയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കല്ലേ കുറ്റം മുഴുവനും ഉണ്ടാവുക, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ് അമ്പിളി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് ദയോട് പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, 20 ലക്ഷം രൂപ ഞാൻ തന്നെ ശബരിക്ക് കൊടുത്തോളാം എന്ന് പറയട്ടോ. അങ്ങനെ ദയ പോയി കഴിഞ്ഞ ശേഷവും അമ്മാവനോട് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇവിടെ വിനയനും അമ്മയും അമ്മാവനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിനയം പറയുകയാണ്, ഞാൻ അനുപമയുടെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വരും, ആ സമയത്ത് എൻ്റെ കാര്യം ഒന്ന് സംസാരിക്കണമെന്നുമുണ്ട്. പക്ഷെ എങ്ങനെ ഞാൻ സംസാരിക്കും? ആ വീട്ടിലിപ്പോൾ ദയയുടെ പ്രശ്നം അവസാനിക്കാതെ ഇക്കാര്യമൊന്നും എൻ്റെയും ചീരുവിൻ്റെയും കാര്യമൊന്നും
സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ്റെ അമ്മ ലതിക പറയാണ്, അങ്ങനെയൊന്നും നീ കരുതണ്ട, നീ നിൻ്റെ കാര്യം പറയണം. കാരണം ആ വീട്ടിൽ ഒന്നൊഴിഞ്ഞ് ഓരോ പ്രശ്നങ്ങളാണ്, എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിൻ്റെ കാര്യം പറയാതിരിക്കുകയൊന്നും വേണ്ട. ഞാനും അമ്മാവനും കൂടി ചീരുവിനെ കാണാൻ വേണ്ടി പോവാം. എന്നിട്ട് ചീരു ഈ വീട്ടിലേക്ക് വരാൻ സമ്മതമാണെങ്കിൽ പിന്നെ എന്തിനാ നീ അച്ഛനോട് വെറുതെ സംസാരിക്കാനൊക്കെ നിൽക്കുന്നത്? ചീരു തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളും, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടോ. അപ്പോൾ വിനയം പറയണ, അങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നുന്നതെങ്കിൽ അമ്മയും അമ്മാവനും കൂടി അവിടേക്ക് പോയിക്കോളൂ എന്ന് പറയണ. അങ്ങനെ വിനയൻ്റെ അമ്മയും അമ്മാവനും കൂടി ചീരുവിൻ്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അമ്മാവൻ ശബരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശബരിയെക്കുറിച്ച് എനിക്ക് ഓർത്ത് ഇപ്പോൾ അഭിമാനമാണ് തോന്നുന്നത്. ദയയുടെ കാര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും, ദയയെ ആ നിതിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും കൊടുത്തത് കണ്ടില്ലേ, അവനാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ഭർത്താവ് എന്ന് പറയട്ടെ. ശബരിയുടെയും ദയയുടെയും പ്രശ്നമൊന്നും അധികം നീണ്ടു നിൽക്കില്ല. ഈ ഇൻഷുറൻസ് തുക ആ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നതോടുകൂടി ദയയും മിഥുനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശബരി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ശബരി ഒരു നല്ല ഭർത്താവ് തന്നെയാണ്. ദയയെ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ നിന്നും 20 ലക്ഷം രൂപയല്ലേ ആ നിധിന് കൊടുത്തത് എന്നൊക്കെ ശബരിയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ അമ്മാവൻ വിനയനോട് പറയുകയാണ്. ഈ സമയം സത്യന്റെ അടുത്തേക്ക് പ്രതിഭ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് സത്യനോട് പറയട്ടെ. അപ്പോൾ സത്യം പ്രതിഭയോട് പറയണ, നമുക്ക് ഇന്ന് തന്നെ ഒരു ടൂർ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സത്യേട്ടാ, ഇന്നലെ ഇന്ദു വിളിച്ച് പറഞ്ഞത് കൊണ്ടാണോ ഇന്ന് ടൂർ പോവാമെന്ന് സത്യേട്ടൻ തീരുമാനിച്ചത്? അങ്ങനെയൊന്നുമല്ല, ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു, ഇപ്പോൾ നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയത്. ട്രാവൽസിൽ നിന്നും അധികം തിരക്കുകളോ കാര്യങ്ങളോ കുറച്ച് ദിവസത്തേക്കില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ടൂറിന് പോയാലോ എന്ന് പറയട്ടോ. അപ്പോൾ നിനക്ക് മൂടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന് പറയുമ്പോൾ, എൻ്റെ മൂടൊന്നും സത്യേട്ടൻ നോക്കണ്ട, ഇന്ന് പോവാമെങ്കിൽ ഞാൻ റെഡിയാണ്. അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കുമോ എന്ന് പ്രതിഭ ചോദിക്കുമ്പോൾ, അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയണേ. അങ്ങനെ സത്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം സുശീലയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട്. അപ്പോൾ പ്രതിഭയെ കണ്ടതോടുകൂടി സുശീല പറയണേ, നിന്നോട് ഞാൻ സത്യനോട് ഭക്ഷണം കഴിക്കാൻ വരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കൈയോട് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ദ്രന് നീ വെള്ളം കൊടുക്കാതെയാണ് നീ പോയത്. ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരാനൊക്കെ? നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് എന്നും പറഞ്ഞ് പ്രതിഭയുടെ നേരെ ചാടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സത്യൻ അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ സത്യം പറയണേ, ഇതെന്താ ഇവിടെ വിരുന്നുകാരും അമ്മയും ഏട്ടനും ഈ വീട്ടിലുള്ളവർ തന്നെയല്ല, നിങ്ങൾക്ക് തന്നെ എന്താ എടുത്ത് കഴിച്ചാല് എന്ന് പറയണേ. ആ സമയത്ത് സുശീല പറയണേ, നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോടാ, അവസാനം നിന്റെ തലയിൽ കയറി ഇരിക്കുമ്പോൾ നീ പഠിച്ചോളും എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയണ, അമ്മേ കുറച്ച് സമാധാനം തായോ, ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയണേ. അങ്ങനെ സുശീല പിന്നെ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഈ സമയത്താണ് സത്യം പറയുന്നത്, ഏട്ടാ ഞാനും പ്രതിഭയും ടൂർ പോയാലോ എന്ന് കരുതുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതിനെന്താ, നല്ലൊരു ദിവസം നോക്കി ടൂർ പോയിക്കോ, ഞാനും അതിനെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു എന്ന് ഇന്ദ്രൻ പറയട്ടോ. അപ്പോൾ സത്യം പറയണേ, ഇന്ന് തന്നെ പോയാലോ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ട്രാവൽസിൽ പറയത്തക്ക തിരക്കുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഇന്നോ ഇത്ര പെട്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ സുശീല അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടി റൂമിൽ പോയി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുകയാണ്, എന്തിനാണ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചതല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അവരൊന്ന് ടൂർ പോയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, അവരൊന്നും പുറത്തു പോയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ഇന്ദ്രൻ സമ്മതം കൊടുക്കുകയാണ്. അപ്പോൾ സുശീലയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് സുശീല പറയണേ, നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമേ തീരുമാനമെടുത്തില്ലേ, ഇനിയിപ്പോൾ ഞാനും ഇന്ദ്രനും തടഞ്ഞാലും നിങ്ങൾ പോവാതിരിക്കുകയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സമ്മതമൊന്നും ചോദിക്കേണ്ട എന്നും പറഞ്ഞ് സുശീല പോവുകയാണ്. അങ്ങനെ സത്യം പറയാണ് പ്രതിഭയോട്, ഞാൻ വരുമ്പോഴത്തേക്കും നീ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചോ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സത്യം പോവുകയാണ്. അങ്ങനെ സത്യം പോയി കഴിഞ്ഞ ശേഷം സുശീല അവിടേക്ക് വരികയാണ്. എന്നിട്ട് സ്വകാര്യത്തിൽ ആരും കേൾക്കാതെ പ്രതിഭയോട് പറയുകയാണ്, നീ ഞാൻ വിചാരിച്ചതിലും മിടുക്കിയാണല്ലോ, എങ്ങനെയാണ് നിന്റെ ഭർത്താവിനെ കയ്യിലെടുക്കുക എന്ന് നീ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് മിടുക്കിയാണെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് പ്രതിഭയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടാണ് കേട്ടോ സുശീല സംസാരിച്ചിട്ട് പോകുന്നത്. അങ്ങനെ സത്യനും പ്രതിഭയും കൂടി നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സത്യൻ പറയുകയാണ്, ഞങ്ങൾ ഇന്ന് ടൂർ പോവാമെന്ന് കരുതിയിട്ടുണ്ട് ആൻറ്റി എന്ന് പറയട്ടോ പ്രതിഭയുടെ അമ്മയോട്. അങ്ങനെ സത്യൻ പറയണ, ഞാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വരാം, വൈകിട്ട് തന്നെ നമുക്ക് മൂന്നാറിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സത്യൻ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രതിഭയുടെ
അമ്മ ചോദിക്കാണ് എന്താ മോളെ സുശീല സമ്മതിച്ചോ എന്ന് ചോദിക്കാട്ടോ. അപ്പൊ പ്രതിഭ പറയാണ് അമ്മ സമ്മതിച്ചിട്ടൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു കല്ലുകടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അമ്മ പറയാണ് സുശീലയെ പിണക്കിയിട്ട് നമുക്ക് അവിടെ മുന്നോട്ട് പോവാൻ കഴിയില്ല മോളെ എന്ന് പറയുമ്പോൾ എന്നോട് സത്യേട്ടൻ പറഞ്ഞിട്ടുള്ളത് അമ്മ പറയുന്ന ന്യായമായ കാര്യങ്ങൾ മാത്രം നീ കേട്ടാ മതി എന്നാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് പറയുന്നതാണ് കേൾക്കുകയുള്ളൂ, എനിക്ക് സത്യേട്ടൻ പറയുന്നത് മാത്രമാണ് ഞാൻ അനുസരിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അമ്മ അതിന് തടസ്സമാണ് നിന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ അമ്മ പറയുന്നത് കേൾക്കാനൊന്നും കഴിയില്ല. അമ്മ പറയുന്ന ന്യായമായ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും, പക്ഷേ അമ്മ പറയുന്ന അന്യായമായ കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കില്ല. അല്ലാതെ അമ്മയെ എങ്ങനെ പേടിച്ച് നടന്നതുകൊണ്ടാണ് അമ്മ ഇത്രയ്ക്ക് അധികം വഷളാകുന്നത് തന്നെ. ഇതിനൊരു അറുതി വരണല്ലോ എന്നും പറഞ്ഞ് പ്രതിഭ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നീട് സുശീലയെ കാണാൻ വേണ്ടി ഭാനുമ്മ വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാനുമ്മയെ സ്നേഹത്തോട് കൂടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഭാനുമ്മക്ക് ചായ ഒക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഭാനുമ്മ പറയാണ് അല്ല നീ എന്നോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്നൊന്നും ഞാൻ കരുതിയില്ല, ഞാൻ കരുതിയത് നീ എന്നെ കണ്ട ഈ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കുമെന്നാണ് എന്ന് പറയുമ്പോൾ സുശീല പറയാണ് ഞാനും ഭാനുമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ സുശീലയെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ ഭാനുമ്മേ, എനിക്ക് എൻ്റെ ഭാനുമ്മയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇപ്പോൾ ഈ ഭാനുമ്മ കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും തനിച്ചായി പോവില്ലേ എന്ന് പറയുമ്പോൾ എന്താ സുശീല എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുശീലയോട് സത്യനും പ്രതിമയും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയണേ ഇതിനൊക്കെ കാരണം നീ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രനും അനുപമയും സന്തോഷത്തോടു കൂടി വാടക വീട്ടിലേക്ക് താമസിച്ചപ്പോൾ നീ അവിടേക്ക് വന്ന് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി എന്നാണ് ഭാനുമ്മ പറയുന്നത്. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല, എൻ്റെ മരുമകളല്ലേ എന്നെ അടിച്ചത്, അതും ഹർഷ എന്നെ 2-3 ദിവസമായിട്ട് കാണാനില്ലാത്തത് കൊണ്ട് എന്നെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്നോട് മോശമായി സംസാരിച്ചതും പെരുമാറിയതും എല്ലാം അനുപമയല്ലേ എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് സുശീല ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ സുശീലയോട് ഭാനുമ്മ പറയണേ നീ നിന്റെ ഭാഗം അങ്ങനെ ന്യായീകരിക്കൂ എന്നും വേണ്ട, ഞാനുകൂടി എല്ലാ കാര്യവും മനസ്സിലാക്കിയതല്ലേ, അനുപമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, നിന്നെ ഒരിക്കലും അവൾ അടിക്കില്ല, നീ എത്ര തന്നെ അവളെ തള്ളി പറഞ്ഞാലും അവൾ നിന്നെ ഇതുവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്, നീയാണ് വെറുതെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അനുപമയ്ക്ക് വേണ്ടി ഭാനുമ്മ സംസാരിക്കാൻ കേട്ടോ. ആ സമയത്തൊക്കെ സുശീലയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് ഭാനുമ്മയോട്. പിന്നീട് ഇന്ദ്രന്റെ അടുത്തേക്ക് അനുപമ വരികയാണ് കേട്ടോ. അനുപമയുടെ പേരിലുള്ള കട സ്വന്തമാക്കാൻ തന്നെയാണ് അനുപമ വരുന്നത്. അങ്ങനെ അനുപമ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അനുപമ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ കടയാണ്, ഈ കടയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് ഓണറായ എനിക്കാണ് തീരുമാനമെടുക്കേണ്ടത്, അതുകൊണ്ട് ഇത് ഇനി മുതൽ ഞാനാണ് നോക്കി നടത്താൻ വേണ്ടി പോകുന്നത്, എനിക്കും എൻ്റെ മോൻക്കും ജീവിക്കാൻ വേണ്ടി ഒരു വരുമാന മാർഗം വേണമല്ലോ, അപ്പോൾ ഈ കട ഇനി മുതൽ ഞാനാണ് നോക്കി നടത്തുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദ്രന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ. അനുപമയുടെ പേരിലുള്ള ഈ കട എനിക്കിതിൽ ഒരു അവകാശവും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യം ആ സമയത്ത് ഇന്ദ്രൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ഇന്ദ്രൻ നേരെ ദാസാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ പരാതിയുമായിട്ട്. അപ്പോൾ ദാസാറ് പറയുകയാണ് ഇന്ദ്ര നിന്റെ പേരിൽ ഞാൻ ആ കട എഴുതി തരാതിരുന്നത് നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നത് കൊണ്ടാണ്, നീ എങ്ങാനും അനുപമയെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ പുറത്താക്കുമെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ അനുവിൻ്റെ പേരിൽ ആ കട വാങ്ങിയത് എന്ന് പറയണം. അങ്ങനെ അനുപമ ആ കടയിൽ നിന്നും ഇന്ദ്രനെ പുറത്താക്കുകയാണ് കേട്ടോ. ഇനി മുതൽ ഈ കട നോക്കി നടത്താൻ എനിക്കറിയാം, എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഈ കട ഞാൻ തന്നെ ഇനി നല്ലതുപോലെ നോക്കി നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പുറത്താക്കി വിടുകയാണ്. അങ്ങനെ സുശീലയുടെയും ഇന്ദ്രൻ്റെയും ഓരോ പിടിവള്ളികളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുപമ. ഇനി കളത്തിലിറങ്ങിയതോടുകൂടി സുശീലയും ഇന്ദ്രനും ഇനി തോറ്റു തുന്നം പോടാൻ പോവുകയാണ്.